സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പണം സ്വരൂപിക്കാൻ ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചിരുന്നു. അബ്ദുൾ റഹീമിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ഒരു ബാങ്കിന് സമാനമായ രീതിയിൽ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ച ആളുകൾക്കൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർ ഗോകുൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യ തുകയായ 34 കോടി രൂപ നാട്ടുകാരുടെ സുമനസ്സുകളുടെ സഹായത്താൽ എന്തായാലും സ്വരൂപിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനു പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ആളുകൾ നമുക്ക് പരിചയമുണ്ട്. ഏകദേശം 1.5 മാസത്തോളമായി അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യം സ്വരൂപിക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 1.5 മാസത്തോളമായിട്ട് ഏകദേശം 20-ലധികം ആളുകൾ ചേർന്ന് നടക്കുന്ന ഹെൽപ്പ് ഡെസ്ക് രാത്രി പുലർച്ചെ 2 മണിയോളമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളത്. അവരോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ? അത് കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായി നമ്മളിവിടെ ഈ റഹീമിന് മോചനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും അതനുസരിച്ച് നമ്മളിവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അത് ചുരുങ്ങിയത് ഒരു 1.5 മാസമായി. അത് കഴിഞ്ഞ ഒരു 17-18 ദിവസം പോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെൻഷനിൻ്റെ ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 4 ദിവസങ്ങളായിട്ട് നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭയങ്കര സന്തോഷമാണ്. കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോക മലയാളികൾക്ക് മൊത്തം ഈ അവസരത്തിൽ നമുക്ക് നന്ദിയാണ് പറയാനുള്ളത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാണ്. കാരണം നമ്മുടെ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയ മറ്റ് എങ്ങനെയൊക്കെ പറയണമെന്ന് നമുക്കറിയില്ല. കാരണം മൊത്തം വർക്കേഴ്സ് ഈ മീഡിയകളും സോഷ്യൽ മീഡിയകളും മറ്റുള്ള ഏതൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ പല കൂട്ടായ്മകളൊക്കെ നമ്മളിതിൽ പങ്കുചേർന്നത്. അവർക്കൊക്കെ ഈ അവസരത്തിൽ നമുക്ക് നന്ദി പറയാണ്. റഹീമിന് തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ അബ്ദുൾ റഹീമിനെ പരിചയമുള്ള അദ്ദേഹം 18 വർഷമായല്ലോ ഇവിടുന്ന് പോയിട്ട്, ജയിലിലായിട്ട് 18 വർഷമായി. ഇപ്പൊ അബ്ദുൾ റഹീമിന്റെ കൂട്ടുകാരായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? 1.5 മാസമായി ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും റഹീമിന് വേണ്ടിയാണ്ട് നെട്ടോട്ടം ഓടുകയാണ്. ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും റഹീമിന് വേണ്ടി വളരെയധികം ഫണ്ട് വാരിക്കോരി ഇറങ്ങി. എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. വല്ലാത്ത സന്തോഷമാണ്. ഇതുവരെ കണ്ണീരേനി, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് കണ്ണീരേനി എന്താവും എന്നുള്ള ഇതിൽ ഇന്ന് വല്ലാത്ത സന്തോഷം. നാട് മുഴുവൻ കണ്ടില്ലേ, മുഴുവൻ ജനങ്ങളും ഇവിടെ സന്തോഷത്തിലാണ്. എല്ലാവരും കൂടെ ഉള്ള വിജയമാണ്. എല്ലാവരും കൂടെ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഈ കാണുന്ന ആളുകൾ ഒരുപാട് ആളുകൾ അതിന്റെ വിജയം ഇപ്പോൾ കണ്ടുപോകും. ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. ഈ ഒരു ബാങ്കിന്റെ പ്രവർത്തനം പോലെയായിരുന്നു പ്രവർത്തനങ്ങളെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാഷ് വരും. 10 മണിന് ശേഷം ഓരോ ക്യാഷും ഓരോ നോട്ടുകളും ടാലിയാക്കി കറക്റ്റ് ഫണ്ട് നമ്മളെ ഏതാണ്ട് കളക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ പ്രകാരം സൗദിയിൽ ഫണ്ട് എത്തിക്കണം. അതിനുശേഷം ഇന്ത്യൻ്റെ നിയമമല്ലല്ലോ, അവിടെ വേറെ നിയമങ്ങൾ, അപ്പം നിയമവ്യവസ്ഥകളും അതെല്ലാം കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ ഇറങ്ങി വരുന്നുള്ള ഒരു ഡേറ്റ് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഫണ്ട് കളക്ട് ചെയ്യാൻ നമുക്ക് പറ്റി. അതുകൊണ്ട് വളരെ സന്തോഷം. സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ആശങ്കകളൊക്കെ വഴിമാറി ഈ 1.5 മാസം നീണ്ടു നിന്ന ഈ ഒരു ധനസമാഹരണത്തിന് ഏതായാലും അന്ത്യമായിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ 34 കോടി രൂപ കളക്ട് ചെയ്തു. ഈ നാട്ടുകാർ മുഴുവൻ സന്തോഷത്തിലാണ്. കേരള ജനതയൊന്നാകെ സന്തോഷത്തിലാണ്. സന്തോഷങ്ങൾക്കിടയിൽ നിന്ന് ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.